അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, സുരേഷ് ഗോപി മിണ്ടിയില്ല അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഒരു വിഷയത്തിലും സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല. നമ്മൾ പലതവണ പല വിഷയങ്ങൾ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചു. അതിൽ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു, അതിനോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു, അതിനോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ഇതെല്ലാം തന്നെ പ്രതികരിക്കാൻ വേണ്ടി താങ്കൾ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു, അതിനോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ഇത്തരത്തിൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോടും പ്രതികരിക്കാതെയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുകയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം പോവുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇനിയിപ്പോൾ നേരെ പോകുന്നത് അശ്വിനി ആശുപത്രിയിലേക്കാണ്. അവിടെ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെയും നേതാക്കളെയും കാണും. അതിനുശേഷം ഇന്നലെ CPM പ്രവർത്തകർ കരിയോലൊഴിച്ച ആ ഓഫീസിലേക്കും അദ്ദേഹം എത്തുന്നുണ്ട്. അത്തരത്തിൽ മറ്റു പരിപാടികളൊന്നും തന്നെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് ചോദിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂര് മണിക്കൂറുകളായിട്ട് കാത്തിരിക്കായിരുന്നു. സുരേഷ് ഗോപിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ, സുരേഷ് ഗോപി എന്തെങ്കിലും ഒന്ന് മിണ്ടുമോ എന്നറിയാൻ. ഒരു വാക്ക് മിണ്ടിയില്ല, ഒന്നുരിയാടാതെ പോലും സുരേഷ് ഗോപി അങ്ങ് പോയിരിക്കുകയാണ്. അങ്ങനെ സുരേഷ് ഗോപി ഇതാ വന്നു, ദേ പോയി, ഒന്നും മിണ്ടിയില്ല.